അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2026 ദുറൂസുൽ ഇസ്ലാം 1 ഈ വർഷത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പരിശോധിച്ചാലോ നമുക്ക്. ഒന്നാമത്തെ ചോദ്യം, ശരി ഉത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക എന്നാണ്. ഹദീസിനോടുള്ള ബഹുമാനം കാരണം നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് ഷൈബാനി റളിയല്ലാഹു അൻഹു എന്നീ 3 ഓപ്ഷൻസാണ് ഉള്ളത്. അതിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്നാണ് ആൻസർ. 2, മനുഷ്യന് നേടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തായത് ഏതാണ്? പണം, അറിവ്, സ്വർണം എന്നീ 3 ഓപ്ഷൻസിൽ അറിവ് എന്നാണ്. എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിക്കുന്ന കാര്യം ഏതാണ്? മൂന്നാമത്തെ ചോദ്യം, മതഭ്രംശം, വ്യഭിചാരം, മദ്യപാനം. ആൻസർ മതഭ്രംശം എന്നാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, മരണപ്പെട്ട ഉസ്താദിന് വേണ്ടി എല്ലാ നിസ്കാര ശേഷവും ദുആ ചെയ്തിരുന്ന മഹാനാരാണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആൻസർ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്നാണ്. മസ്ജിദുൻ നബവിയിൽ വെച്ചുള്ള നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? 100 മടങ്ങ്, 1000 മടങ്ങ്, 1,00,000 മടങ്ങ്. 1000 മടങ്ങ് എന്നാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6, അല്ലാഹു തആല പറഞ്ഞു, അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല. ഇമാമുകൾ, പണ്ഡിതന്മാർ, ഔലിയാക്കൾ. ആൻസർ ഔലിയാക്കൾ എന്നാണ്. ഇനി ചേരുംപടി ചേർക്കുക. ഖുർആൻ പാരായണം കേട്ടപ്പോൾ മാനസാന്തരമുണ്ടായി. ആൻസർ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, ഡി എന്നാണ്. അഖീദയുടെ ഇമാമുകളിൽ ഒരാൾ. ആൻസർ അബൂ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു. മാതാവിനെ വെറുപ്പിച്ചതിനാൽ പരീക്ഷണം നേരിട്ട മഹാനാരാണ് എന്ന ചോദ്യമാണ്. ആൻസർ ജുറൈജ് റളിയല്ലാഹു അൻഹു എന്നാണ്. 4, ദീർഘകാലം മദീനയിൽ ദർസ് നടത്തി. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. 5, മുർത്തദായി മരണപ്പെട്ടു. ഇബ്നു സഖായാണ്, സി എന്നാണ് ആൻസർ. വിട്ട ഭാഗം പൂരിപ്പിക്കുക. നദ്ഹബു ഇലൽ ഡാഷ്, ഞങ്ങൾ ലാബിലേക്ക് പോകും. എന്താണ്? മുഖ്തബർ എന്നാണ്. സ്ത്രീ പുറത്തിറങ്ങിയാൽ അവളെ എത്തി നോക്കും, പിശാച് എന്നാണ്. വിശുദ്ധ ഖുർആനാണ് ഡാഷിൻ്റെ അടിസ്ഥാന പ്രമാണം, ഇസ്ലാം എന്നാണ് ആൻസർ. അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി ഡാഷ് ശുദ്ധമാക്കണം, മനസ്സ് ശുദ്ധമാക്കണം. പാപങ്ങൾ പൊറുക്കുന്നതിന് ഡാഷ് ആവശ്യമാണ്, തൗബ ആവശ്യമാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഡാഷിലാണ് ജനിച്ചത്, കൂഫയിലാണ് ജനിച്ചത്. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഏത് പേരിൽ പ്രസിദ്ധനാണ്? അൽ ഗൗസുൽ ആവും. ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും ആർക്ക്? പണ്ഡിതന്. 3, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രചിച്ച ഹദീസ് ഗ്രന്ഥം ഏതാണ്? മുവത്ത എന്നാണ്. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പ്രക്ഷോഭം നടത്തിയ വിഭാഗം ഏതാണ്? ഖവാരിജുകളാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ആൻസർ സാബിത്ത് എന്നാണ്. വിശ്രമം എന്നതിൻ്റെ അറബി പദം എന്താണ്? ഇസ്തിറാഹ. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. ഓരോ മനുഷ്യൻ്റെയും കടമയാണ് എന്ത്? അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ആൻസർ.
2 അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരോട്? ഔലിയാക്കളോട്, ശത്രുത കാണിച്ചവരോട്. 3 സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ കൂടെ വേണം ആര്? ഭർത്താവോ മഹറമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ. അടുത്തത് 4 ഹനഫി മദ്ഹബിന് കൂടുതൽ അനുയായികൾ ഉള്ള 4 രാജ്യങ്ങളുടെ പേരെഴുതുക എന്നുള്ളതാണ്. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. 5 വാക്കുകൊണ്ടുണ്ടാകുന്ന രിദ്ദത്തിന് 2 ഉദാഹരണങ്ങൾ എഴുതുക. ആൻസർ: അല്ലാഹു, വിശുദ്ധ ഖുർആൻ, ആയത്ത് നിഷേധിക്കുക, നിസ്കാരം, നോമ്പ് കൊണ്ട് ഫലമില്ലെന്ന് പറയുക, മുസ്ലിമിനെ കാഫിറാക്കുക. എങ്ങനെ ഇൽമ് പഠിക്കുന്നവർക്കാണ് സ്വർഗത്തിൻ്റെ പരിമളം ലഭിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ച് ഇൽമ് പഠിക്കുന്നവർക്ക്. മണ്ണ് കൊണ്ടുള്ള വീട് അറബിയിൽ എന്താണ് എഴുതുക? ബൈത്തു മിൻ തീൻ എന്നാണ് ആൻസർ. അടുത്തത് 2-ൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതുക. 5 വരിയിൽ കുറയരുത്. 1 ഇൽമിൻ്റെ മഹത്വം. 2 അല്ലെങ്കിൽ ഔലിയാക്കളെക്കുറിച്ച്. ഇൽമിൻ്റെ മഹത്വം പേജ് 30-31 കാണാം. ഔലിയാക്കളെക്കുറിച്ച് പേജ് 7, 8 പേജുകളിലും അതിൻ്റെ ആൻസർ നോക്കിയാൽ കണ്ടെത്താവുന്നതാണ്. അടുത്തത് തൗബയുടെ ഷർത്തുകൾ അല്ലെങ്കിൽ മതഭ്രംശം. ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എഴുതാനാണ്. തൗബയുടെ ഷർത്തുകൾ പേജ് 50 നോക്കിയാൽ കാണാം. അഹ്ലുസുന്ന വൽ ജമാഅ പേജ് 44 നോക്കിയാൽ കാണാവുന്നതാണ്. ഇതാണ് ഈ വർഷത്തെ ചോദ്യവും അതിൻ്റെ ആൻസറുമാണ് നിങ്ങളുടെ മുന്നിലെത്തിച്ചത്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനിയും നിങ്ങൾക്കിതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളും ഒക്കെയായി കൂടെയുണ്ടാവും. പേജ് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.